ഗണേശായ നമഃ. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞായറാഴ്ചയുടെ ഉന്മേഷത്തോടെ ഗ്രഹനിലകൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. എന്നാൽ അതിനുമുമ്പ് ഇന്നത്തെ പഞ്ചാംഗം അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനമാണ്. ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ന് 2026 ജൂൺ 21 ഞായറാഴ്ച, ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിലെ സപ്തമി തിഥിയാണ് ഇന്ന് പൂർവ്വ ഫൽഗുനി നക്ഷത്രമാണ്. സൂര്യോദയം രാവിലെ 5:42 സൂര്യാസ്തമയം വൈകുന്നേരം 7:16 ശുഭകാര്യങ്ങൾക്കായി ഇന്ന് ഉച്ചയ്ക്ക് 12:02 മുതൽ 12:56 വരെയുള്ള അഭിജിത് മുഹൂർത്തം ഉപയോഗപ്പെടുത്താം. എന്നാൽ വൈകുന്നേരം 5:34 മുതൽ 7:16 വരെയുള്ള രാഹുകാല സമയത്ത് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് ഒഴിവാക്കുക. നമുക്ക് ഇന്നത്തെ രാശിഫലങ്ങളിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, നിങ്ങളുടെ പ്രശസ്തിയും വ്യക്തിത്വവും വർദ്ധിപ്പിക്കുന്ന മികച്ച ആളുകളുടെ സാമീപ്യം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. ചിങ്ങം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നതുപോലെ എല്ലാ ഭാഗത്തുനിന്നും ധനം വന്നുചേരാൻ സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന്റെ ഫലം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ വിലമതിക്കുക. കൂടുതൽ സമ്പാദ്യം ഉറപ്പാക്കാനും സുരക്ഷിതമായ ഭാവിയിലേക്ക് നീങ്ങാനും എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക എന്ന് താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഉപദേശിക്കുന്നു. ഇന്ന് കടും നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കുക. ഇന്ന് വൈകുന്നേരം 4:30 മുതൽ 5:15 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഈ വർഷം നിങ്ങളുടെ ജാതകത്തിൽ രാഹുവിന്റെ സ്വാധീനം കൂടുതലായതിനാൽ ബന്ധങ്ങളിൽ ഐക്യം നിലനിർത്താൻ ഏതെങ്കിലും ഒരു വിശുദ്ധ വസ്തുവിനെയോ പരിഹാരത്തെയോ ആശ്രയിക്കുക. പരിഹാരം: ഇന്ന് അല്പനേരം വിശ്രമിക്കുക. പ്രിയപ്പെട്ട മിഥുനം രാശിക്കാരെ, ചിങ്ങം രാശിയിലെ ചന്ദ്രന്റെ സ്ഥാനം നിങ്ങളെ അനാവശ്യമായ തർക്കങ്ങളിലേക്ക് വലിച്ചിഴച്ചേക്കാം. ഇത് ദിവസം മുഴുവൻ നിങ്ങളെ അസ്വസ്ഥനാക്കും. സ്വത്തുവകകളെക്കുറിച്ചോ അവകാശത്തെക്കുറിച്ചോ സഹോദരങ്ങളുമായി വാഗ്വാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യങ്ങൾ വഷളാകാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. തർക്കങ്ങൾ രൂക്ഷമായാൽ ഒഴിഞ്ഞുമാറാൻ താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധർ ഉപദേശിക്കുന്നു. തർക്കങ്ങൾ ഒഴിവാക്കാനുള്ള ഏക മാർഗം ഇതാണ്. നിങ്ങളുടെ ഭാഗ്യനിറം വയലറ്റ് ആണ്. എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉച്ചയ്ക്ക് 2 മണിക്കും 3 മണിക്കും ഇടയിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. വ്യാഴം ഗ്രഹം 2026 പുതിയ അവസരങ്ങൾ നൽകുന്നതിനാൽ സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഒരു ശുഭകരമായ രത്നം അല്ലെങ്കിൽ ലോഹം കൈവശം വെക്കുന്നത് നല്ലതാണ്. പരിഹാരം: മാനസിക വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയപ്പെട്ട കർക്കടകം രാശിക്കാരെ, ചിങ്ങം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം കാരണം നിങ്ങളുടെ ആത്മവിശ്വാസം ഇന്ന് ഉന്നതിയിലായിരിക്കും. മാനസിക കഴിവുകൾ മെച്ചപ്പെടുത്താനുള്ള വലിയൊരു ആഗ്രഹമായി ഈ സംക്രമണം മാറുന്നു. നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ ശ്രദ്ധിക്കുകയും അവ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ഏത് പുതിയ കാര്യവും ഭാവിയിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യകരമായ നിറം റോയൽ ബ്ലൂ ആണ്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയുള്ള സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായത്. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം ഗ്രഹം വ്യക്തിപരമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു. അതിനാൽ ഒരു വിശുദ്ധ വസ്തുവോ രത്നമോ കൈവശം വെക്കുന്നത് നിങ്ങളുടെ ഉൾവിളികളെ ഉണർത്താനും വൈകാരികമായ സന്തുലിതാവസ്ഥ കൊണ്ടുവരാനും സഹായിക്കും. ഇന്നത്തെ പരിഹാരം: പഴയ സുഹൃത്തുക്കളെ കാണുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, ചന്ദ്രൻ നിങ്ങളുടെ രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും അനുഭവപ്പെടും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ
നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതും വെല്ലുവിളി നിറഞ്ഞതുമായ കാര്യങ്ങൾ പരിഹരിക്കാൻ ഈ സമയം വളരെ അനുകൂലമാണ്. ആളുകളുമായി ഇടപഴകുമ്പോൾ തുറന്ന മനസ്സോടെയും സത്യസന്ധമായും പെരുമാറുക. മടിക്കുന്നവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടും. അതിനാൽ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഒട്ടും മടിക്കരുത്. ഇന്ന് ഉച്ചയ്ക്ക് 4:15 മുതൽ 5:15 വരെയാണ് നിങ്ങളുടെ ഭാഗ്യസമയം. ഇന്ന് വയലറ്റ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഈ വർഷം രാഹുവിൻ്റെ തീവ്രത കുറയ്ക്കാനും മാനസിക വ്യക്തത കൈവരിക്കാനും ഒരു വിശുദ്ധ വസ്തു കൈവശം വയ്ക്കുകയോ ധരിക്കുകയോ ചെയ്യുക. പരിഹാരം: ഇന്ന് ഒരു നല്ല പുസ്തകം വായിക്കുക. അത് നിങ്ങൾക്ക് അറിവും സമാധാനവും നൽകും. പ്രിയ കന്നി രാശിക്കാരെ, ചിങ്ങം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം കാരണം ഇന്ന് നിങ്ങൾ വളരെ മത്സരബുദ്ധിയോടും ലക്ഷ്യബോധത്തോടും കൂടി കാണപ്പെടും. ഗ്രഹങ്ങളുടെ ഈ അനുകൂലമായ മാറ്റം നിങ്ങൾക്ക് വലിയ പ്രചോദനവും നിശ്ചയദാർഢ്യവും നൽകും. ഈ സമയത്തെ ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ആത്മവിശ്വാസത്തോടെ മുന്നേറുക. എന്നാൽ അഹങ്കാരമോ പരുഷതയോ കാണിക്കരുത്. പുതിയ അവസരങ്ങൾക്കായി അന്വേഷിക്കുക. കാരണം ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായും നല്ല ഫലം നൽകുമെന്ന് താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധർ പറയുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:30 മുതൽ 2 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. വൈൻ റെഡ് അഥവാ കടും ചുവപ്പ് നിറമാണ് ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറം. ശനിഗ്രഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കാനും ക്ഷമയും അച്ചടക്കവും വളർത്താനും ഒരു പ്രത്യേക രത്നമോ വസ്തുവോ കൈവശം വയ്ക്കുക. പരിഹാരം: ഇന്ന് പുതിയൊരു ഹോബി അല്ലെങ്കിൽ വിനോദം പരീക്ഷിച്ചു നോക്കൂ. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് സിംഹം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങൾ വലിയ പ്രതീക്ഷകളോടും ആവേശത്തോടും കൂടി കാണപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പുതിയ അവസരങ്ങൾ നിങ്ങളെ കൂടുതൽ ശുഭാപ്തി വിശ്വാസിയാക്കുന്നു. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ പ്രായോഗികമായി ചിന്തിക്കുകയും യാഥാർത്ഥ്യബോധത്തോടെ പ്രവർത്തിക്കുകയും വേണം. വഴിയിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ ക്ഷമയോടും സ്ഥിരോത്സാഹത്തോടും കൂടി അവയെ മറികടക്കുക. നിങ്ങൾ അർഹിക്കുന്ന സന്തോഷകരമായ ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇന്ന് കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക. ശനിയുടെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ ഒരു രത്നമോ അല്ലെങ്കിൽ പവിത്രമായ വസ്തുവോ കൈവശം വയ്ക്കുക. ദിവസവും കൃത്യമായി വ്യായാമം ചെയ്യുക. പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, ചന്ദ്രൻ ചിങ്ങം രാശിയിലേക്ക് മാറുന്നതോടെ നിങ്ങൾ ഇന്ന് വളരെ സന്തോഷവാനും ആഘോഷങ്ങൾ ഇഷ്ടപ്പെടുന്നവനുമായിരിക്കും. സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാനും ആഘോഷങ്ങളിൽ പങ്കുചേരാനും നിങ്ങൾ ആഗ്രഹിക്കും. പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം നിങ്ങളുടെ സുഹൃത്തുക്കളെ സ്നേഹത്തോടെ സ്വീകരിക്കുക. കാരണം അവരുടെ സാന്നിധ്യം നിങ്ങളുടെ എല്ലാ സമ്മർദ്ദങ്ങളും അകറ്റാൻ സഹായിക്കും. ജീവിതത്തിൽ ഒരിക്കലും കാണുമെന്ന് കരുതാത്ത ചില വ്യക്തികളെ ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടിയേക്കാം. പഴയ ഓർമ്മകൾ അയവിറക്കാൻ ഈ ദിവസം വളരെ മികച്ചതാണ്. വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയുള്ള സമയം ആഘോഷങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണ്. ഈ വർഷം ശനിയുടെ തീവ്രമായ സ്വാധീനമുള്ളതിനാൽ വൈകാരികമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഒരു രത്നമോ അല്ലെങ്കിൽ ശുഭകരമായ വസ്തുവോ കൈവശം വയ്ക്കുന്നത് നല്ലതാണ്. പരിഹാരം: ഇന്ന് ശാന്തമായ സംഗീതം കേൾക്കുക. പ്രിയപ്പെട്ട ധനുരാശിക്കാരെ, ചിങ്ങം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം ഇന്ന് നിങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും. സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാനും അവരോടൊപ്പം സന്തോഷിക്കാനും പറ്റിയ മികച്ച ദിവസമാണിന്ന്. നിലവിലെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി അല്പനേരം വിശ്രമിക്കൂ. ഈ സംക്രമണം നിങ്ങളിൽ സാഹസികമായ ഒരു മനോഭാവം ഉണർത്തുകയും അതുവഴി നിങ്ങളെ കൂടുതൽ ഉന്മേഷവാനാക്കുകയും ചെയ്യും. അവസാനമായി ഇങ്ങനെയൊരു അവസരം നിങ്ങൾക്ക് ലഭിച്ചത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. മനസ്സിനെ ശാന്തമാക്കുക. പുതിയ ഊർജം അനുഭവിക്കുക. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം ക്രിംസൺ അഥവാ കടും ചുവപ്പാണ്. വൈകുന്നേരം 5 മണിക്ക് മുമ്പുള്ള സമയമാണ് ഇന്നത്തെ ശുഭസമയം. ഈ വർഷം വ്യാഴം നിങ്ങളുടെ ഭാഗ്യം ഉയർത്തുന്നതിനാൽ മുന്നോട്ടു പോകാൻ ശരിയായ പാത തിരഞ്ഞെടുക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്ന പ്രതിവിധി: എല്ലാ കാര്യങ്ങളിലും നന്ദിയുള്ളവരായിരിക്കാൻ ശീലിക്കുക.
ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളെയോ നിങ്ങളുടെ കുടുംബാംഗത്തെയോ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു വലിയ ആശങ്കയായി മാറിയേക്കാം. ഇതിനെക്കുറിച്ച് അമിതമായി ആശങ്കപ്പെടേണ്ടതില്ല. ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുക. എല്ലാം വേഗത്തിൽ തന്നെ ശരിയാകും. ജോലിസ്ഥലത്ത് ഇന്ന് വളരെ നല്ല ദിവസമായിരിക്കും. ചില നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കഠിനാധ്വാനത്തെ മേലുദ്യോഗസ്ഥർ തിരിച്ചറിയുകയും അതിന് പ്രതിഫലം നൽകുകയും ചെയ്യും. ഇത് ദിവസം മുഴുവൻ നിങ്ങളെ നല്ല മനോഭാവത്തോടെ നിലനിർത്തും. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം സഫയർ ബ്ലൂ അഥവാ നീലയാണ്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണിവരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഈ വർഷം രാഹു നിങ്ങളുടെ ദിനചര്യകളെ തടസ്സപ്പെടുത്തുന്നതിനാൽ ആന്തരിക സ്ഥിരത കൈവരിക്കാൻ ഒരു രക്ഷാകവചമോ രത്നമോ ധരിക്കുന്നത് നല്ലതാണ്. പരിഹാരം: സമ്മർദ്ദമുണ്ടാക്കുന്ന സംഭാഷണങ്ങൾ ഒഴിവാക്കുക. പ്രിയ കുംഭം രാശിക്കാരെ, ചന്ദ്രൻ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർക്ക് അസാധ്യമായി തോന്നിയേക്കാവുന്ന വലിയ ലക്ഷ്യങ്ങൾ പിന്തുടരാൻ നിങ്ങൾ പ്രേരിതരായേക്കാം. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് പ്രചോദനമാണ് നിങ്ങളുടെ വിജയമന്ത്രം. കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ ആവശ്യമായ എല്ലാ വശങ്ങളും വസ്തുതകളും വിശകലനം ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ ആർക്കും തടയാനാവില്ല. ഇന്ന് ചാരനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ 6 മണിവരെയുള്ള സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വളരെ ഉത്തമമാണ്. ഈ വർഷം ശനിയുടെ ഊർജം സജീവമായതിനാൽ നിങ്ങളുടെ ദൈനംദിന പ്രയത്നങ്ങളിൽ സ്ഥിരത കൈവരിക്കാൻ ഒരു ശുഭകരമായ വസ്തുവോ യന്ത്രമോ കൈവശം വയ്ക്കുക. പരിഹാരം: ഇന്ന് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. ഇത് നിങ്ങൾക്ക് വലിയ മാനസിക ഉന്മേഷം നൽകും. പ്രിയപ്പെട്ട മീനം രാശിക്കാരെ, ചിങ്ങം രാശിയിലെ ചന്ദ്രച്ചന്റെ സ്ഥാനം നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മറന്ന് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ മുഴുകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ജോലിയുടെ തിരക്കിൽ നിങ്ങൾ എത്രത്തോളം മുഴുകുന്നുവെന്നാൽ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കാൻ നിങ്ങൾ മറന്നുപോയേക്കാം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ ഉപദേശിക്കുന്നത് ഇന്ന് നിങ്ങൾക്കായി സമയം കണ്ടെത്തി മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാനാണ്. മികച്ച ഫലങ്ങൾക്കായി നിങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും വൈകുന്നേരം 6 മുതൽ 7:30 മണിക്ക് ഇടയിൽ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ദിവസത്തിന്റെ ബാക്കി സമയങ്ങളിൽ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കുക. ഈ വർഷം ശനിഗ്രഹത്തിന്റെ തീവ്രതയെ സന്തുലിതമാക്കാൻ നിങ്ങളുടെ ചുറ്റും ഒരു വിശുദ്ധ വസ്തുവോ യന്ത്രമോ സൂക്ഷിക്കുക. ഇന്നത്തെ പരിഹാരം: ഇന്ന് സ്വന്തമായി ഒരു പോഷകസമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്യുക. ഇത് നിങ്ങൾക്ക് മാനസിക ഉന്മേഷം നൽകും.